ന്യൂസ് വയനാടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഇതാ അടുപ്പൊക്കെ കത്തിച്ചിട്ട് ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളപ്പിച്ചെടുത്തതിന് ശേഷം പൊടി കുഴച്ചെടുക്കാനുള്ള വെള്ളമാണ് കേട്ടോ. പൂരിക്ക് ഉണ്ടാക്കിയെടുക്കാനാണ്, ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അധികം ഗ്യാസ് മേലാണ് ചായയും കടിയൊക്കെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി പെട്ടെന്ന് ഗ്യാസൊക്കെ തീർന്നു പോയി. അപ്പോൾ ഇന്ന് രാവിലെ അടുപ്പത്ത് തന്നെയാണ് ചായയും കടി ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂരിക്ക് മാവൊക്കെ കുഴച്ചെടുത്തിട്ട് പൂരിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. കറി നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു തക്കാളി ഒരു സാലന പോലെ ഉണ്ടാക്കിയിട്ടുള്ള കറിയാണ് പൂരിക്ക് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൂരിക്ക് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇതിൽ ഇത്തിരി റവയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ ഒരു ഗോതമ്പ് മാവ് പൂരി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണോ റവ ചേർത്തിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, പലർക്കും അറിയാവുന്നതായിരിക്കും. ചായ കുടി കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് മീൻ ബിരിയാണിയാണ്. നമ്മുടെ ചൂര മീൻ വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഒരു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസ് എടുത്തിട്ടുണ്ട്. സാദാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് നമ്മുടെ ഈ ഒരു മസാല ഒന്ന് മിക്സ് ആക്കിയിട്ട് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. മീനൊക്കെ കഴുകി വൃത്തിയാക്കി ഇതാ എടുത്തിട്ടുണ്ട്. നമ്മൾ ടൂണ ഫിഷ് ചൂരമീനാണ് എടുത്തിട്ടുള്ളത്. മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1/4 മണിക്കൂറോ മിനിമം ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുകയാണെങ്കിൽ മസാലയൊക്കെ നന്നായിട്ട് മീനിൽ പിടിച്ച് കിട്ടും. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ വെളിച്ചെണ്ണ ഉരുളിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് ഫ്രൈ ആയി എടുക്കൊന്നും വേണ്ട. നമ്മൾ സാധാരണ മീൻ പൊരിച്ചെടുക്കുന്ന പോലെ ജസ്റ്റ് അപ്പുറം ഇപ്പുറം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. പിന്നെ നമ്മളിത് മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം അടുപ്പത്ത് തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ മീൻ പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ മീനൊക്കെ പൊരിച്ചെടുത്തിട്ട് ഞാൻ ആ ഉരുളിയിൽ തന്നെയാണ് മസാലയും വാട്ടിയെടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് ആദ്യം തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മീൻ പൊരിക്കാനായിട്ട്. ഞാനൊരു 3 സവാള ഇതാ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇത്തിരി ഇട്ട് കൊടുക്കുക. നമ്മൾ മീനിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് പൊരിച്ചെടുത്തതാണ്, എന്നാലും ഈ ഒരു മസാലയിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചതാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്. 3ഉം കൂടി ഒന്നായിട്ട് ചതച്ചെടുത്തതാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ അടുപ്പിൽ തയ്യാറാക്കുന്ന മസാലയ്ക്കൊക്കെ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ ആണ് കേട്ടോ. ആ ഒരു കണലിൽ കിടന്നിട്ട് ഈ ഒരു മസാലയൊക്കെ പറ്റി വരുമ്പോൾ നമ്മുടെ ഈ ഒരു ബിരിയാണിക്ക് തന്നെ നല്ല ടേസ്റ്റാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടാവും. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 3 തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വീഡിയോ ഓണാക്കാൻ മറന്നു പോയിട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാലയും 1 ടീസ്പൂണ് ബിരിയാണി മസാലയും കൂടി ചേർത്തിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മസാലയൊക്കെ നന്നായിട്ട് വെന്ത് ഒരു കുഴഞ്ഞ ആ രൂപത്തിലായിട്ട് വരണം. നമുക്ക് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂണ് അധികം പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈരും കൂടി ചേർത്ത് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീനെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് കയ്യിലിട്ടിട്ട് ഇളക്കി കുത്തിമറിക്കരുത്. പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് പിന്നെ മൂടി തുറന്നതിന് ശേഷം നമുക്കിത് ദം ചെയ്തെടുക്കാം. നമ്മൾ ചോറ് ഓൾറെഡി ഇവിടെ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറിൻ്റെ റെസിപ്പി നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. കുക്കറിൽ ഒറ്റ വിസിലിന് വേവിച്ചെടുക്കാവുന്ന നെയ്ച്ചോറിന്, അതുപോലെ തന്നെ വിറകടുപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നെയ്ച്ചോറിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. കുറച്ച് മസാലയും മീനും ഞാൻ ആദ്യം മാറ്റിയിട്ട് ഇതിലേക്ക് ചോറ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ചോറ് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടി ചോറ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇതിൻ്റെ മേലെ തൂവി കൊടുക്കുക. കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് നെയ്യും കൂടി ഇതിന് മേലെ ഞാൻ തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 10-15 മിനിറ്റ് ഞാൻ അങ്ങനെ ആ കണലിൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ഇതാ
ചോറ് ഇവിടെ നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ബിരിയാണിക്ക്. അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി മീൻ ബിരിയാണി, ചൂര ബിരിയാണി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാൻ മറക്കരുത് കേട്ടോ. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.